ശരിക്കും ഇപ്പോൾ ഈ 34 പടങ്ങളിൽ ഒത്തിരി മിക്കവാറും എല്ലാം തന്നെ സൂപ്പർ ഹിറ്റും ഒത്തിരി 100 ഡേയ്സ് ഓവർ ഓടിയിട്ടുള്ള പടങ്ങളാണ്. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു സിനിമയിലുള്ള ഈ വേരിയേഷൻ വെച്ച് നോക്കുമ്പോൾ മനസ്സിലുള്ള ഒരു ചിത്രം ഇതുവരെ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു 1-2 സിനിമകൾ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നവനായിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ അഭിനയം എന്ന് പറയുന്നതിനകത്ത് അതിനൊരു 2ാമത്തെ 3ാമത്തെ സ്ഥാനമൊക്കെ കൊടുത്താൽ മതി. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കയ്യൊപ്പുകൾ വരേണ്ട സിനിമകൾ ഇനിയും വരണം. അപ്പോൾ അതിനുവേണ്ടിയൊരു ശ്രമം ഉണ്ട് തീർച്ചയായിട്ടും. ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ ആണോ മനസ്സിലുള്ളത്? അല്ല, അത് ഈ കൊമേഴ്ഷ്യൽ സിനിമയ്ക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കൊമേഴ്ഷ്യൽ സിനിമ ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 100 ദിവസം മേലെ ഓടിയ സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ കയ്യൊപ്പ് എന്ന് പറയുന്ന സാധനം മലയാളികൾ തരില്ല. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ ഓടിയ സിനിമയ്ക്കും ആ ഹിറ്റ് മേക്കർ എന്നുള്ള പദവിയും ഒരു പദവി തന്നെയാണ്. പക്ഷെ ഇവിടെ ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞ പദവി എന്തോ ഒരു കുറേ പടങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞങ്ങ് തള്ളിക്കളയുന്നൊരു പദവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഒരു കയ്യൊപ്പ് ഉണ്ടാക്കണമെങ്കിൽ അക്കാഡമി തലത്തിലുള്ള സിനിമ തന്നെ ചെയ്യണം. അപ്പം അതിനുള്ള ഒരു ആഗ്രഹമുണ്ട്, ആലോചനയുണ്ട്. സമയം ഇപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ഇനിയുള്ള ഇപ്പം അറ്റ് പ്രസൻറ്റ് മാരീഡാണ്, മോളുണ്ട്. അപ്പോൾ ഈ ഒരു പാരമ്പര്യം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ടാലൻറ്റഡ് ആണോ മോള്? മോൾക്ക് ഈ പറഞ്ഞ പോലെ വായിക്കാനും എഴുതാനും ഒക്കെ താല്പര്യമുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ MBA പഠിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒരു ബിസിനസ് ലൈനിലേക്ക് അങ്ങനെ ഒരു ഉദ്യോഗം അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ അവരുടെ ഏതോ ക്ലാസ്സിൽ ഇങ്ങനെ ഡീൻ പഠിപ്പിച്ചതിനെ കുറിച്ചൊക്കെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ബിസിനസ്. പല ബിസിനസ് തുടങ്ങിയാലും ഒരു കോമ്പറ്റീഷനും ഇല്ലാത്ത ഒരു ബിസിനസ്, അതാണ് ആലോചിക്കുന്നത്. വൈഫ് ഹൗസ് വൈഫ്, ശ്രീലത എന്നാണ് പേര്. മോളുടെ പേര് ദേവിക. ശരിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് സഫലമേ യാത്ര എന്നാണ്. അപ്പോൾ ശരിക്കും ഇതുവരെയുള്ള ലൈഫിൽ ഒരു സഫലമാണ് ഈ ജീവിതയാത്ര എന്നൊരു ചിന്താഗതിയാണോ? കുഴപ്പമില്ല. ഞാൻ ആഗ്രഹിച്ച സിനിമയുടെ ഏതെങ്കിലും ഒരു കോണിലെത്തണം എന്നാഗ്രഹിച്ച ഒരാളാണ്. വലിയൊരു അത്യാഗ്രഹമായിട്ടൊന്നും സിനിമയിൽ വന്ന ആളല്ല. അത്രയും വലിയൊരു പാരമ്പര്യമൊന്നും എനിക്കില്ലായിരുന്നു. ഒരു കലാകാരൻ്റെ മകൻ എന്നുള്ളത് മാത്രമേ എനിക്കുള്ളായിരുന്നു. സാമ്പത്തികവും മോശമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു പൊസിഷൻ എനിക്ക് സിനിമയിൽ കിട്ടി. ഇനി കച്ചവട സിനിമയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു 25 വർഷം കൊണ്ട് സിനിമയിലുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 12 വർഷവും നല്ല പീക്കായിട്ട് തന്നെയാണ് അത്. പിന്നെ ചില വേരിയേഷനൊക്കെ വരില്ലേ, ദൈവങ്ങൾക്ക് പോലും വീഴ്ചയുണ്ട്. അപ്പോൾ അതുപോലെ കലാകാരൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഉയർച്ചയും താഴ്ചയും വീഴ്ചയൊക്കെ ഇങ്ങനെ വരും. കലാകാരൻ മാത്രമല്ല ആരുടെ ജീവിതത്തിലാണെങ്കിലും ഉണ്ട്. പിന്നെ ഈ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് കാണുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് മേലെപ്പറമ്പിലാണ് പോലെ അതുപോലെ സിനിമ ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ പോലെ സിനിമ ഉണ്ടാകില്ല. അത് എൻ്റെ കുറ്റമല്ല. നമ്മൾ മൊത്തത്തിലെടുക്കുക, സിനിമയുടെ ചരിത്രം എടുക്കുക, സാഹിത്യത്തിൻ്റെ ചരിത്രം എടുക്കുക. ഇനി മലയാള സിനിമ പോട്ടെ, ഇന്ത്യൻ സിനിമ പോട്ടെ, വിദേശ രാജ്യങ്ങളിലെ സിനിമ എടുക്കുക. ഞാൻ കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് ഫെസ്റ്റിവൽ കാണുന്ന ഒരാളാണ്. ഈ 20 വർഷത്തെ ഞാൻ കണ്ട ചരിത്രം എടുത്താൽ തന്നെ ഈ കഴിഞ്ഞ ഫെസ്റ്റിവലായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഓരോ വർഷവും സിനിമയുടെ ക്വാളിറ്റി കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണ്? അന്നത്തെ പോലെ കഴിവുള്ളവരൊക്കെ ഇപ്പോഴും ഉണ്ട്. സെലക്ഷൻ്റെ കുഴപ്പമാണോ അതോ സിനിമ ശരിക്കും ഞാൻ ഇപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കണ്ടതാണ്. ബെൻഹർ എന്ന് പറഞ്ഞ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. മക്കനാസ് ഗോൾഡ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നില്ല? ഇപ്പോൾ ഈ നൂറ്റാണ്ടിലുണ്ടായ സിനിമ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ ഉണ്ടല്ലോ, മറ്റേ മഞ്ഞുമല കപ്പൽ, എന്താ അതിൻ്റെ പേര്, ടൈറ്റാനിക് ഭയങ്കര പേരുണ്ടാക്കിയൊരു സിനിമയാണ്, കളക്ഷൻ ഉണ്ടാക്കിയ സിനിമ, ലോക റെക്കോർഡാണ്. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിനിമകളെ ആ സിനിമയെ നമ്മൾ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഫിലിം, അതായത് സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയുടെ സാധ്യത ഇതത്രയും ഗ്രാഫിക്സാണ്. മറ്റത് മുഴുവൻ മാൻ പവറാണ്, മാനുവലായിട്ടുള്ള വർക്കാണ്. ഈ ബെൻഹറിനകത്തൊരു ഹോഴ്സ് റേസ് ഉണ്ട്, ഒരുപാട് കുതിരകളെ കെട്ടിയിട്ടുള്ളൊരു സീക്വൻസ്. അത് ഇപ്പോഴും ഈ ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള സമയത്തും അതുപോലൊരു സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. അന്ന് എത്രയോ ക്യാമറ വെച്ച് എത്രയോ ഡയറക്ടേഴ്സ് ചേർന്ന് ഷൂട്ട് ചെയ്തതാണ്, ദിവസങ്ങളെടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ആ ഫിലിമിനകത്ത് ഒരു 4 മണിക്കൂറാണ് ഫിലിമിൻ്റെ ലെങ്ത്ത്. ആ ഫിലിമിനകത്തൊരു ഈ ഹോഴ്സ് റേസിൻ്റെ സീനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് കോഴിക്കോടത്തെ ഒരാൾ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് ഈ ഏത് വലിയ കമ്പനിയാണ്
ഹോളിവുഡിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് നിർമ്മിച്ചത്. അവർ ഗിഫ്റ്റ് കൊടുത്തു. പുള്ളി കണ്ടുപിടിച്ചെന്നറിയാം. ഷോട്ടുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ ഷോട്ടുകൾ മാറുന്നൊരു സീക്വൻസാണ്. അതിനകത്ത് ഒരു ഷോട്ടിൽ ഒരു കുതിര കുറവാന്ന് പുള്ളി കണ്ടുപിടിച്ച്. മലയാളിയുടെ തലയാണ് ബെൻഹറിലും കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അത്തരം മൂല്യങ്ങളുള്ള സിനിമകൾ, ബ്രിഡ്ജ് ആൻഡ് ദ റിവർ ക്വയർ നമ്മുടെ ഫിലിമാണ്, ബ്യൂട്ടിഫുള്ളാണ്. ദർ ഈസ് എ ഗേൾ ഇൻ മൈ സൂപ്പ്, അതിമനോഹരമായൊരു സിനിമയാണ്. പിന്നെ എടുത്ത് പറയാൻ പോയാൽ പൊസീഡിയൻ അഡ്വഞ്ചർ, പാസേജ്, എന്താണ് ഇങ്ങനെയുള്ള, ഞാൻ ഇംഗ്ലീഷ് പടങ്ങൾ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പോവില്ല. ഇപ്പോൾ പോയാൽ അവിടെ ഇത് തന്നെയാണ് നിരാശ. അപ്പോൾ ആ ഒരു മൂല്യശോഷണം ലോകം മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അത് ഈ പാവപ്പെട്ട രാജസേനന് മാത്രമല്ല, മേലെപ്പുറമ്പിൽ അന്മേടും കൊട്ടാരം വീട്ടിലും എടുക്കാൻ പറ്റാത്തത് എൻ്റെ മാത്രം കുഴപ്പമില്ല. മൊത്തത്തിൽ സാഹിത്യം എടുത്തു നോക്കുള്ളൂ. സാഹിത്യത്തിൽ ഒരു MT, ഒരു കേശവദേവ്, ഒരു തകഴി, ആ റേഞ്ചിൽ പിൽക്കാലത്ത് ഉണ്ടായതാരാ? അപ്പം അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം ഒന്നും വേണ്ട. ഒരു യേശുദാസിനെ എടുക്കുക, 50 കൊല്ലം കൊണ്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ദാസേട്ടനെക്കാളും ഒരു പാട്ടെങ്കിലും നന്നായി പാടാനൊരു പാട്ടുകാരൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കില്ലേ? അങ്ങനെ ഒരു സാധ്യതയില്ലേ? അല്ല, വേണ്ട. അതിനെ മാറ്റി നിർത്തിയിട്ട് എന്ന് ചിന്തിച്ചേക്കുള്ളൂ. ഇപ്പോൾ ദാസേട്ടനെ മാറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് പുതിയ തലമുറയിലെയോ അല്ലെങ്കിൽ ദാസേട്ടൻ്റെ കൂടെയൊക്കെ വന്നവരുടെയൊക്കെ ഒരു പാട്ടും കൂടെ എടുത്ത് കേട്ട് നമുക്ക് ഒരിക്കലും ദാസേട്ടൻ്റെ ശബ്ദത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല. ദാസേട്ടൻ്റെ അനർഗളമായ ഒരു ആലാപന ശൈലിയിലേക്ക് പോകുന്നത് പോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാര്യമുണ്ട് കേട്ടോ. അത് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ജലദോഷം പോലും വരാതെ ഇത്രയും കൊല്ലം കൊണ്ട് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുക, അതൊരു ദൈവാനുഗ്രഹം, അത് വേറെ കാര്യം. പിന്നെ അതിനെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മൂല്യശോഷണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത് അതെല്ലായിടത്തും ഉണ്ട്. ദേവരാജൻ മാസ്റ്റർ, വയലാർ, ഭാസ്കരൻ മാസ്റ്റർ, ബാബുരാജ്, എന്തുകൊണ്ട് ആ ലെവലിലേക്ക് ഒരാൾക്ക് വരാൻ പറ്റുന്നില്ല? ഇളയരാജ, ഇപ്പോൾ റഹ്മാനെയൊക്കെ പറയും. പക്ഷേ ഇളയരാജ എവിടെ നിൽക്കുന്ന റഹ്മാനാണ്. ഇപ്പോൾ റഹ്മാൻ അവിടെ പോയി സിംഫണി ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഓസ്കാർ മേടിച്ചതും കൊണ്ട് ഒരിക്കലും ഇളയരാജ ആവാൻ പറ്റില്ല. ഇളയരാജ 10 ഓസ്കാർ വാങ്ങേണ്ട ഒരാളാണ്. ദേവരാജ മാഷ് 10 ഓസ്കാർ വാങ്ങേണ്ട ഒരാളാണ്. പക്ഷേ കൊച്ചു കേരളത്തിലായിപ്പോയി ജനനം. അതാണ് പ്രശ്നം.